ചിലപ്പോൾ നമുക്ക് മാനസിക നില അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷം വേണ്ടിയിട്ടൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എന്റെ മാനസികാരോഗ്യം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല. പാർത്ഥ, സന്തോഷ് പണ്ഡിറ്റിന്റെ മാനസിക നില ശരിയല്ല. നമ്മളാരും മാനസികമായി എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു ഭ്രാന്തുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ മാനസിക നില ശരിയാണോ തെറ്റാണോ എന്ന് അളക്കേണ്ടത് ഉണ്ണി ബാലകൃഷ്ണനല്ല. അദ്ദേഹം ഒരു ചാനലിൽ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ ഒരു പ്രോഗ്രാമല്ല, അവർ നടത്തുന്ന ഒരു പരിപാടിയിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മാനസിക നിലയെക്കുറിച്ചാണ് ചർച്ച. സന്തോഷ് പണ്ഡിറ്റിൻ്റെ മാനസിക നില ചർച്ച ചെയ്യാൻ ഉണ്ണി ബാലകൃഷ്ണൻ യോഗ്യതയുണ്ടോ? ഉണ്ണി ബാലകൃഷ്ണന് യോഗ്യതയില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലൊരു ചർച്ച നടത്തേണ്ട ഇടവുമല്ല ആ സ്ഥലം. കാരണം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടാക്കുകയോ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിലോ ഒക്കെ പ്രതിയായി ഏതെങ്കിലും ഒരു തരത്തിൽ ചർച്ച വരുമ്പോഴാണല്ലോ നമ്മൾ ഈ തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. അവിടെ സന്തോഷ് പണ്ഡിറ്റിനെ എന്തിനാണ് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തെ അങ്ങനെ കൂട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മാത്രവുമല്ല, മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തെ പല കാര്യങ്ങളെ പറ്റിയും സംസാരിക്കാറുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ അവകാശങ്ങളിലേക്കോ അയാളുടെ സ്വകാര്യതയിലേക്കോ കടന്നു കയറിക്കൊണ്ട് ഒന്നും തന്നെ മാധ്യമപ്രവർത്തനം നടത്താനുള്ള അവകാശം നമുക്കെന്നല്ല ആർക്കുമില്ല. അത് ഉണ്ണി ബാലകൃഷ്ണനുമില്ല. ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റേഴ്സ് ചോയ്സ്, എഡിറ്റേഴ്സ് മീറ്റ്, ഇവരെല്ലാം കൂടെ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുമ്പോൾ അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ വിചാരിക്കുന്നത് ഞാൻ ജഡ്ജിയാണ്, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നൊരു ധാരണ ഏറെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തിരുത്തേണ്ടത് തന്നെയാണ്. കാരണം അത് എല്ലാ ആളുകളും ഒരുപോലെ കാണണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം വളരെ കൃത്യമായി, അതായത് സന്തോഷ് പണ്ഡിറ്റിന് എതിരെ പറഞ്ഞതേ ഉണ്ണി ബാലകൃഷ്ണൻ ഓർമ്മയുള്ളൂ, പിന്നെ മൊത്തം എയറിലാണ്. കാരണം കൃത്യമായി സന്തോഷ് പണ്ഡിറ്റ് എടുത്ത് ഉടുത്തു കളഞ്ഞു എന്ന് പറയുമല്ലോ നമ്മൾ, അതുപോലെ തന്നെ എടുത്ത് അലക്കി വെളുപ്പിച്ച് ഇങ്ങനെ അടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. എയർന്ന് താഴെ ഇറങ്ങാത്തൊരവസ്ഥയാണുള്ളത്. സന്തോഷ് പണ്ഡിറ്റ് ഇതിൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, അതായത് എൻ്റെ മാനസിക നില അളക്കാൻ ഇദ്ദേഹം ആരാണ്? ഡോക്ടറാണോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 2 തലമുറയെ വരെ ആര് വിളിച്ചിട്ടുണ്ട്? ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു ചാനലിൽ കയറിയിരുന്ന് അവിടെ നമ്മുടെ രാഷ്ട്രീയം സംസാരിച്ച് രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു വ്യക്തിയെ ഒരു കാര്യത്തിലേക്ക് വലിച്ചഴിച്ച് അയാളുടെ സ്വഭാവം പരിശോധിക്കാനും അയാളുടെ മാനസിക നില പരിശോധിക്കാനും എന്തെങ്കിലും പ്രത്യേക സ്കെയിലുണ്ടോ ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ കയ്യിൽ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആണോ? സൈക്യാട്രിസ്റ്റ് അല്ല. ഒരു സൈക്കോളജിസ്റ്റ് ആണോ? സൈക്കോളജിസ്റ്റ് അല്ല. പോട്ടെ, എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു സൈക്യാട്രിക് ആയിട്ടുള്ള, നമ്മൾ ഈ സാധാരണഗതിക്ക് ഈ സൈക്യാട്രിക് പേഷ്യൻസിനെയൊക്കെ സഹായിക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കിംഗ് എന്ന് പറയും. അതുപോലും അല്ലാത്ത ഒരാളാണ്. ഇനി അദ്ദേഹം സൈക്കോളജി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ മാനസിക നില അളക്കാനുള്ള യാതൊരു യന്ത്രവും അവകാശവും ഒന്നും അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ കയറി ഇരുന്നുകൊണ്ട് എന്ത് ഞാൻ പറഞ്ഞാലും എന്നെ ആരും ഒന്നും പറയില്ല, ഞാൻ എന്തോ രാജാവാണ് എന്നൊരു ചിന്ത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ഇപ്പം സുജയ പാർവതി ഉണ്ട്, അരുൺകുമാറുണ്ട്, സ്മൃതി പരുത്തിക്കാടുണ്ട്. പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുറച്ചുകൂടെ അദ്ദേഹം പറയുമ്പോൾ ഞാൻ എന്നുള്ള ഭാവത്തിൽ വലിയ കാര്യങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വിഷയത്തോടു കൂടി എനിക്കത് വ്യക്തമായി മനസ്സിലാവുകയാണ്. കാരണം ഒരാളെയും എടുത്തു പറയാനോ അയാളെ അപമാനിക്കാനോ ഒന്നും ചാനലിനെ വേദിയാക്കരുത്. ഇവർ മലപ്പുറത്തെ ഒരു പീഡന കേസ് വളച്ചൊടിച്ചു കൊണ്ടുവന്ന് ആ മരമുറി കേസുമായി ബന്ധപ്പെട്ട ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ DYSP അതിൽ പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി പോലും അവസാനം എന്ത് പറഞ്ഞു? ഹൈക്കോടതി പോലും പറഞ്ഞു, എന്താ നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു ഇതൊരു കള്ളക്കേസാണ്, ഈ കള്ളക്കേസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിയായിട്ടുണ്ടെങ്കിൽ അതിൽ 2 നിരപരാധികളെ കൂടി പ്രതി ചേർക്കാൻ ശ്രമിച്ചത് കൊണ്ട് ആ ഉദ്യോഗസ്ഥരെല്ലാം രക്ഷപ്പെട്ടു എന്നതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, അതിൻ്റെ കൂടെ വെറുതെ 2 പേരെ കൂടെ വലിച്ചിട്ടു.
അദ്ദേഹം ആ CIക്കെതിരെയാണ് ആരോപണം വന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള അന്വേഷണ സംഘമാണ് പറയേണ്ടത്. അനാവശ്യമായി ഇവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആ DYSPയെ കൂടി വലിച്ചിട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാവരും ഒരു കേസ് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. എന്നിട്ട് എന്തായി? ആ കേസ് കെട്ടിച്ചമച്ച് അതിനെതിരെ കൃത്യമായ ഒരു പ്ലാനിങ് ഓപ്പറേഷനൊക്കെ നടത്തിയ അവിടുത്തെ ചില വലിയ മാപ്രകളുണ്ടായിരുന്നു. അവർക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചതായിട്ട് എനിക്കറിയില്ല, നമുക്കൊന്നും അറിയില്ല. കാരണം അങ്ങനെ ഒരു നിയമ നടപടിയൊന്നും പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു DYSPയെ വരെ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിൽ വലിയ അത്ഭുതപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അവിടെ അരുൺകുമാറോ അല്ലെങ്കിൽ സുജയ പർവതിയോ സ്മൃതി പരുത്തിക്കാടോ ഒന്നും ഇങ്ങനെ വ്യക്തിപരമായി ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അല്ലെങ്കിൽ അയാൾ അപമാനിക്കാനുള്ള കാര്യങ്ങളൊന്നും പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആകെ അരുൺകുമാർ പറഞ്ഞത് പഴയിടം തിരുമേനിയുമായി ബന്ധപ്പെട്ടൊരു സദ്യയുടെ പ്രശ്നം മാത്രമായിരുന്നു പറഞ്ഞത്. അത് അദ്ദേഹം തന്നെ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല സംഭവിക്കുന്നത്. വേറൊരു രീതിയിലുള്ള പൊളിറ്റിക്സ്. ഉണ്ണി ബാലകൃഷ്ണൻ പലപ്പോഴും കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും അദ്ദേഹം എന്താക്കാറില്ല, ഓൺ ചെയ്യാറ് പോലുമില്ല പലപ്പോഴും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ്. പക്ഷേ ഇവിടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് ഇരന്ന് വാങ്ങിയിട്ടുണ്ട്. കൊടുക്കേണ്ടതിനേക്കാൾ അപ്പുറത്തേക്ക് സന്തോഷ് പണ്ഡിറ്റ് വാരിക്കോരി ഉണ്ണി ബാലകൃഷ്ണന് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തൃപ്തിപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. നമുക്ക് ആരുടെയും മാനസിക നില അളക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചില സമയത്ത് പെരുമാറുന്ന രീതിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും നമുക്കൊക്കെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് സ്വയം തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് പലർക്കും ചിലപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനോട് വിയോജിപ്പുണ്ടാവാം, പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സന്തോഷ് പണ്ഡിറ്റിൻ്റെ പല രീതികളോടും യോജിപ്പുണ്ടാകില്ല. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. അദ്ദേഹം ആദിവാസി ഊരുകളിൽ പോകുന്നു, അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്നു, വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം സ്വന്തമായി സിനിമ എടുത്ത് അത് യൂട്യൂബിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന 1 രൂപയെങ്കിലും അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായി മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ള വലിയ മനസ്സ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. കാരണം ഒരാളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അതാണ് ലോകത്തെ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല, സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടിട്ടില്ല, സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന അഭിപ്രായങ്ങളോടോ അല്ലെങ്കിൽ പറയുന്ന രീതികളോടോ എനിക്ക് യോജിപ്പില്ല. പക്ഷേ എങ്കിൽ പോലും അയാൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, ആളുകളെ സഹായിക്കാനുള്ള മനസ്സ്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ മനോനില ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒരാളുടെയും മനോനില പരിശോധിക്കാനുള്ള യോഗ്യതയില്ല. ഇപ്പോൾ നമ്മൾ ഹണി റോസിനെ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളോടുകൂടി സംസാരിച്ചു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഹണി റോസിനെതിരെ വലിയ സൈബർ ബുള്ളിങ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വലിയ ശുഷ്കാന്തിയൊക്കെ കാണിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നത് തെറ്റ് 2 ഭാഗത്തുമുണ്ട്. 2 പേരും തെറ്റുകാരാണ്. ഒരാളെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുവാനായി ഒരാൾ ശ്രമിക്കുന്നു, ആളുകൾ അത് പറയാൻ ശ്രമിക്കുന്നു. തെറ്റ് ആര് ചെയ്താലും ഇപ്പോൾ ഇതിൻ്റെ പേരിൽ നാളെ നമ്മളും ആക്രമിക്കപ്പെടുമോ എന്നുള്ള ചില ഭയങ്ങൾ നമുക്കും ഉണ്ടാകാം. അതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മളും ഭയക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ തെറ്റ് തന്നെയാണ്, അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. 2 ഭാഗത്തും തെറ്റുണ്ട്. ആ 2 ഭാഗത്തുള്ള തെറ്റുകൾ തിരുത്തി തന്നെ മുന്നോട്ട് പോവുകയും വേണം. അപ്പോൾ ഹണി റോസിനോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ഒരു ബിസിനസ്സുകാരനെ ജയിലിൽ അടയ്ക്കുന്നു, അതിന് കാണിക്കുന്ന ശുഷ്കാന്തി, മനോരോഗം നല്ലതല്ല, മാനസിക നില നല്ലതല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് ഭ്രാന്താണ് എന്ന് അയാളോട് പറയുകയാണ്. ഒരു ചാനലിലിരുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറയുകയാണ്, മനോനില നല്ലതല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് പരസ്യമായി അയാളെ അധിക്ഷേപിക്കുകയാണ്. എന്തുകൊണ്ട് ആ മാധ്യമപ്രവർത്തകനെതിരെ കേസെടുക്കുന്നില്ല? സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് പുരുഷനായതുകൊണ്ട് പോലീസുകാർക്ക് ശുഷ്കാന്തി ഇല്ലേ കേസെടുക്കാൻ? സന്തോഷ് പണ്ഡിറ്റ് പരാതി കൊടുത്താൽ ഉണ്ണി ബാലകൃഷ്ണനെതിരെ അവർ കേസെടുക്കുമോ? ഇതൊരു ചോദ്യമല്ലേ. ഹണി റോസിനെ പോലുള്ള സെലിബ്രിറ്റികൾ പരാതി കൊടുക്കുമ്പോൾ മാത്രം ആളുകളെ പിടിച്ച് ജയിലിലിടുന്ന, ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന രീതി സാധാരണക്കാർക്കും വേണം എന്നുള്ളതാണ്. സന്തോഷ് പണ്ഡിറ്റ് ഒരു സെലിബ്രിറ്റി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ അയാൾ സെലിബ്രിറ്റികളെക്കാൾ ഉന്നത നിലയിലുള്ള ഒരു മനുഷ്യനാണ്.
അതിൻ്റെ ഒന്നും 7 അയലത്തെത്താൻ ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ളവർക്ക് കഴിയില്ല. ഒരു പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി താത്വികമായ അവലോകനം നടത്തിയത് കൊണ്ടൊന്നും നമ്മൾ നല്ലവനാകുന്നില്ല, നല്ല മനുഷ്യനാകുന്നില്ല. നല്ലവനെന്ന് ഉദ്ദേശിച്ചത് നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും സന്തോഷ് പണ്ഡിറ്റ് ഒരു പരാതി കൊടുത്താലും ഉണ്ണി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനുള്ള ശുഷ്കാന്തി കേരള പോലീസ് കാണിക്കണം. കാരണം അയാളെ പരസ്യമായാണ് ഭ്രാന്തൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അത് ദ്വയാർത്ഥ പ്രയോഗം അല്ലെങ്കിൽ പോലും അയാളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് പ്രയോഗമാണ്, അത് ദ്വയാർത്ഥമില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള പ്രയോഗമാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണനെതിരെയും നിങ്ങൾ നടപടി സ്വീകരിക്കണം. അല്ല, ഉണ്ണി ബാലകൃഷ്ണൻ നടപടി സ്വീകരിക്കുന്നത് മാത്രമല്ല, പക്ഷേ അതിൽ പ്രശ്നം കൂടെ ഉണ്ട് തന്നെ. പോലീസ് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ നടപടി സ്വീകരിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പിടിച്ച് അകത്തേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ആളുകളുടെ മനോനില പരിശോധിക്കണം, മനോനിലയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് VD സതീശൻ നിയമസഭയിൽ വെച്ച് പൊരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടത്. അതുപോലെ എല്ലാ കാര്യം പറഞ്ഞാലും മനോനില എടുത്ത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ പ്രസംഗമാണത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾക്ക് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി എന്തും പറയാമെന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ ശരിയല്ല, അത് അവരെ അപമാനിക്കുന്നതാണ്. ഇന്ത്യൻ നിയമപ്രകാരം അതിന് നടപടിയെടുക്കേണ്ടതാണ്. സന്തോഷ് പണ്ഡിറ്റ് കേസ് കൊടുക്കുകയാണെങ്കിൽ ആ കേസ് കൊടുത്ത് ആ കേസുമായി ബന്ധപ്പെട്ട് അത് പരിഗണിച്ച് നടപടിയെടുക്കണമെന്ന കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.